PSC ഫോക്കസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണെന്നും അത് ആർട്ടിക്കിൾ ഏതാണെന്നും പാർട്ട് ഏതിൽ വരുമെന്നും ആരാണ് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളതെന്നും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമാത്രമല്ല 42ാം ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 44ാമത്തെ ഭേദഗതിയെക്കുറിച്ചാണ്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ, 42ാമത്തെ ഭേദഗതിയുടെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പോയി കാണുക. അതിനുശേഷം ഈ ക്ലാസ് കാണുക. ആവശ്യമുള്ള പോയിന്റ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. LDC സിലബസിനകത്ത് എടുത്തു പറയുന്നുണ്ട് ഏതൊക്കെ ഭേദഗതികളാണ് പഠിക്കേണ്ടതെന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയാകും. അപ്പോൾ എന്താണ് ഭേദഗതി എന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഭേദഗതി എന്താണ്? 1949 നവംബർ 26-നാണ് ഭരണഘടനാ സമിതി കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കുന്നത്. എന്നാൽ നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ അന്ന് വരുമ്പോൾ ആ സമയത്തുണ്ടായിരുന്ന നിയമങ്ങൾ അത് കാലം കഴിയുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചിലത് എടുത്തു മാറ്റേണ്ടി വരും, ചിലത് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 44ാമത്തെ ഭേദഗതിയാണ്. അത് 1978-ലാണ് 44ാമത്തെ ഭേദഗതി വന്നത്. അപ്പോൾ 42ാമത്തെ ഭേദഗതി പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു 44ാമത്തെ ഭേദഗതി വരുമ്പോൾ വർഷങ്ങൾ നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 42ാം ഭേദഗതി 1976-ആണ്. ഈ 6 ഓർക്കാൻ 4+2 6 എന്നുള്ളത് നമുക്ക് ഓർത്ത് വയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 44ാമത്തെ ഭേദഗതിയിലും നമുക്ക് അങ്ങനെ ഓർക്കാൻ പറ്റും. 4+4 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ എൻഡ് ചെയ്യുന്നത് 8-ലാണ്. ഈ രീതിയിൽ നമ്മൾ നോക്കി വെച്ചിരുന്നാൽ നമുക്ക് ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് എന്താണ് ഡൗട്ടേ ഉണ്ടാവില്ല. നമുക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ പറ്റും. 42ാമത്തെ ഭേദഗതി വന്ന വർഷം 1976, 44ാമത്തെ ഭേദഗതി വന്നത് 1978. അപ്പോൾ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. അടുത്തെന്താണ്? 44ാമത്തെ ഭേദഗതി വന്നത് ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ്. അപ്പൊ എന്താണ്, ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് വന്നിട്ടുള്ളത്? ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് 44ാമത്തെ ഭേദഗതി വന്നിട്ടുള്ളത്. ഇനി മൗലിക അവകാശങ്ങളിൽ സ്വത്തവകാശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും അത് നിയമ അവകാശമാക്കി മാറ്റുകയും ചെയ്തു. അത് പറയുന്നത് ആർട്ടിക്കിൾ 300A-ലാണ്. ഇത് PSC ഒരുപാട് തവണ ചോദിച്ച് കഴിഞ്ഞ ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? നിയമ അവകാശമാക്കിയാണ് മാറ്റിയത്. അത് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 300A-ലായിരുന്നു. അപ്പൊ എന്താണ്, സ്വത്തവകാശം മുമ്പ് ഉണ്ടായിരുന്നത് മൗലിക അവകാശങ്ങളിലായിരുന്നു. അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്തു. എന്നിട്ട് എന്താക്കി? അത് നിയമ അവകാശമാക്കി മാറ്റി. അത് പറയുന്ന ആർട്ടിക്കിൾ 300A-ആണ്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ഇനി ആർട്ടിക്കിൾ 352 പ്രകാരമാണ് നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 352. ഈ 352 പ്രകാരമാണ് നമ്മൾ എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസ്, അതായത് ആഭ്യന്തര കലാപം. ആഭ്യന്തര കലാപത്തെ നമ്മൾ എന്താണ് ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു കാരണമായിട്ട് പറയുന്നത് ആഭ്യന്തര കലാപമാണ്. അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ഈ ഒരു വേർഡിനെ എടുത്തു മാറ്റി സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. അപ്പൊ എന്താണ്, ആഭ്യന്തര കലാപത്തിന് അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസിന് മാറ്റി സായുധ വിപ്ലവം എന്നാക്കി മാറ്റിയത് 44ാം ഭേദഗതി പ്രകാരമാണ്. അടുത്തത് ആർട്ടിക്കിൾ 20-21 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കുള്ള എല്ലാ അവകാശങ്ങളെയും മൗലിക അവകാശങ്ങളെയും റദ്ദ് ചെയ്യാം എന്നുള്ള ഒരു റൂളുണ്ട്. അപ്പൊ എന്താണ്, അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കുള്ള എല്ലാ അവകാശങ്ങളെയും റദ്ദ് ചെയ്യാം. എന്നാൽ ഏത് അടിയന്തരാവസ്ഥ ആയിരുന്നാൽ കൂടിയും ആർട്ടിക്കിൾ 20-21 റദ്ദു ചെയ്യുവാൻ കഴിയില്ല എന്ന നിയമം കൊണ്ടുവന്നത് 44ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധയോടെ
ശ്രദ്ധയോടുകൂടി പഠിക്കുക. ആർട്ടിക്കിൾ 20, 21 എന്ന് പറയുന്ന ഈ 2 ആർട്ടിക്കിളിനെയും റദ്ദ് ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഭേദഗതി 44 ആണ്. ജീവനും സ്വത്തിനും എന്നുള്ള അവകാശമാണ് ഈ ആർട്ടിക്കിൾ 20, 21 പറയുന്നത്. അടുത്തെന്താണ്? ക്യാബിനറ്റ് എന്ന പദം അത് ഉൾക്കൊള്ളിച്ചത് ആർട്ടിക്കിൾ 352. അപ്പൊ ആർട്ടിക്കിൾ 352 എന്താണെന്ന് പറഞ്ഞു നമ്മൾ? ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളിച്ചത് 44ാമത്തെ ഭേദഗതി പ്രകാരമാണ്. 44ാമത്തെ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. ഇനി അടുത്ത് എന്താണ്? നമ്മൾ 42ാമത്തെ ഭേദഗതി പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് ആണ്, ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി മാറ്റി എന്ന് പറഞ്ഞു. അതിനെ തിരിച്ച് വീണ്ടും 5 വർഷമാക്കി മാറ്റിയത് ഈ 44ാമത്തെ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ 42ാമത്തെ ഭേദഗതി പ്രകാരം ലോകസഭയുടെയും അതുപോലെ തന്നെ നിയമസഭയുടെയും കാലാവധി എത്ര വർഷമായിരുന്നു? 6 വർഷമായിരുന്നു. അങ്ങനെയാണ് മാറ്റിയത്. അതിനെ തിരിച്ച് പഴയതുപോലെ 5 വർഷമാക്കി മാറ്റിയത് 44ാം ഭേദഗതി പ്രകാരമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത്രയും മാത്രം പഠിച്ചാൽ മതി 44ാം ഭേദഗതിയിൽ. അപ്പൊ ഒന്നുകൂടെ പറയാം. 1978 44ാം ഭേദഗതി വന്നത്. ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് 44ാം ഭേദഗതി വന്നത്. ഇനി സ്വത്ത് അവകാശത്തെ, നമ്മുടെ മൗലിക അവകാശത്തിൽ നിന്ന് സ്വത്ത് അവകാശത്തെ നീക്കം ചെയ്യുകയും അതിനെ നിയമ അവകാശമാക്കി മാറ്റുകയും ചെയ്തു. അത് പറയുന്ന ആർട്ടിക്കിൾ 300A ആണ്. ഇനി എന്താണ് അടുത്ത് പറയുന്നത്? ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി, അതായത് ദേശീയ അടിയന്തരാവസ്ഥ, അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ആഭ്യന്തര കലാപമാണ്. ഈ ആഭ്യന്തര കലാപത്തെ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസിനെ മാറ്റി, ആ പേര് മാറ്റി സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. ഇനി ഏത് അടിയന്തര അവസ്ഥ കാലത്തും ആർട്ടിക്കിൾ 20, 21 റദ്ദു ചെയ്യുവാൻ പാടില്ല അല്ലെങ്കിൽ റദ്ദു ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുന്ന ഭേദഗതി വന്നത് 44ാം ഭേദഗതി പ്രകാരമാണ്. ഇനി എന്താണ് ക്യാബിനറ്റ് എന്ന പദം? ആർട്ടിക്കിൾ 352 ഉൾക്കൊള്ളിച്ച ഭേദഗതിയും 44ാം ഭേദഗതിയാണ്. ഇനി 42ാം ഭേദഗതിയിലാണ് ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷമാക്കി മാറ്റിയത്. മുൻപ് 5 വർഷമായിരുന്നു, അതിനെ 6 വർഷമാക്കി മാറ്റിയത് 42ാം ഭേദഗതി പ്രകാരമാണ്. അതിനെ തിരിച്ച് 6ൽ നിന്ന് 5 ആക്കി മാറ്റിയത് 44ാം ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ എന്താണ്? ഈ ഭേദഗതി അവസാനിച്ചപ്പോൾ 5 വർഷമായി മാറി. ലോകസഭയുടെയും അതുപോലെ സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷമായി മാറുകയാണ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 52ാം ഭേദഗതി. 52ാം ഭേദഗതി നിലവിൽ വന്നത് 1985 ആണ്. എന്താണ് 52ാം ഭേദഗതി പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമമാണ് 52ാം ഭേദഗതിയിൽ പറയുന്നത്. അപ്പോൾ വർഷം ഇമ്പോർട്ടന്റ് ആണ്. 52ാം ഭേദഗതി നിലവിൽ വന്നത് 1985 കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ ഭേദഗതി. ഇനി ഇത് പ്രകാരം, ഈ ഭേദഗതി പ്രകാരം പട്ടിക 10, പട്ടിക എന്ന് പറയുന്നത് ഷെഡ്യൂളാണ്. അപ്പോൾ പട്ടിക 10 അല്ലെങ്കിൽ ഷെഡ്യൂൾ 10 കൂട്ടിച്ചേർത്ത ഭേദഗതി 52ാം ഭേദഗതിയാണ്. എന്താണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്? ഒരു പാർട്ടിയിൽ നിന്നും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും അല്ലേ, അങ്ങനെ നിന്നായിരിക്കുമല്ലോ അവർ മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിച്ച് അവർ നിയമസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലോ എത്തിയതിനു ശേഷം അവർ വിജയിച്ച പാർട്ടിക്ക് വിപരീതമായി അവരുടെ വ്യവസ്ഥയ്ക്ക് എതിരെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ അയോഗ്യരായി പ്രഖ്യാപിക്കും. അതാണ് കൂറുമാറ്റ നിരോധനം എന്ന് പറയുന്നത്. അപ്പം അവരെന്താണ്? കൂറുമാറി, ആ പാർട്ടിയുടെ നിന്നും അവർ കൂറുമാറിയത് കൊണ്ട് അവരെന്ത് ചെയ്യും? അയോഗ്യരായി പ്രഖ്യാപിക്കുന്നതാണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിലവിൽ വന്നത് 52ാം ഭേദഗതി പ്രകാരമാണ്. 1985 വന്നത്. ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എന്താണ്? ഒരു പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂള് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ ഷെഡ്യൂള് 10 ആണ്. പട്ടിക 10 എന്തിനെ പറ്റി പറയുന്നതാണ്? കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പറയുന്നതാണ് പട്ടിക 10 എന്ന് പറയുന്നത്. ഇനി അടുത്ത
അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 73ാം ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പഞ്ചായത്ത് രാജ്. അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 73ാം ഭേദഗതി. 1992 ഈ ഭേദഗതി നിലവിൽ വന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയത് ഈ 73ാം ഭേദഗതി പ്രകാരമാണ്. ഇനി ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കൂട്ടിച്ചേർത്ത ഭാഗം ഏതെന്ന് ചോദിച്ചാൽ 9. ഭാഗം 9ൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്ത് രാജിനെ പറ്റിയാണ് ഭാഗം 9ൽ പ്രതിപാദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക ഏതെന്ന് ചോദിച്ചാൽ അത് 11. അപ്പൊ എന്താണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട അവരുടെ അധികാരം, അവരുടെ ഇലക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പട്ടികയിൽ പറയുന്നത്. അത് ഏതാണ്? പട്ടിക 11, അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറയാം. ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക, അത് 11. അപ്പോൾ ഒന്നുകൂടെ പറയാം, 73ാം ഭേദഗതി നിലവിൽ വന്നത് 1992 ഇത് പ്രകാരം, ഈ ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഇത് പറയുന്ന, ഈ പഞ്ചായത്ത് രാജ് പറയുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ 9, ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക 11. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 74ാമത്തെ ഭേദഗതിയാണ്. 1993 അതായത് തൊട്ടടുത്ത വർഷം, 73, 74, അപ്പൊ വർഷങ്ങളും തൊട്ടടുത്ത വർഷങ്ങളാണ്. 1992 73ാമത്തെ ഭേദഗതി. 74ാമത്തെ ഭേദഗതി 1993. ഇതിനകത്ത് പറയുന്നത് മുനിസിപ്പാലിറ്റിയെ പറ്റിയും നഗരപാലിക നിയമത്തെ പറ്റിയുമാണ് പറയുന്നത്. ഇവിടെ പഞ്ചായത്ത് രാജ് ആണെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്? മുനിസിപ്പാലിറ്റിയും നഗരപാലിക നിയമത്തെ പറ്റിയുമാണ് പറയുന്നത്. ഇനി അത് പ്രതിപാദിച്ചിരിക്കുന്ന പാർട്ട് അല്ലെങ്കിൽ ഭാഗം 9A ആണ്. ഇവിടെ 9 ആണെങ്കിൽ അത് 9A ആണ്. പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ 12. എല്ലാം തൊട്ടടുത്ത നമ്പർ തന്നെ. ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ 9A ആണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം 74ാമത്തെ ഭേദഗതി നിലവിൽ വന്ന വർഷം 1993, ഭാഗം 9A, ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക അത് 12. ഇതിനകത്ത് പറയുന്നത് മുനിസിപ്പാലിറ്റിയും അതുപോലെ നഗരപാലിക നിയമത്തെ പറ്റിയുമാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ അവരുടെ അധികാരം, അവരുടെ ഇലക്ഷൻ, അതുപോലെ കാലാവധി, ഇതിനെയൊക്കെ പറ്റിയാണ് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി ഈ 2 ഭേദഗതികളും കൂടെ ആകുമ്പോൾ സിലബസിൽ പറയുന്ന ഭേദഗതികൾ മുഴുവൻ നമുക്ക് ഈ ക്ലാസ്സോട് കൂടി തീരുകയാണ്. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് 86ാമത്തെ ഭേദഗതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 86ാമത്തെ ഭേദഗതി. പലതവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 86ാം ഭേദഗതിയിൽ എന്താണ് പറയുന്നത്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകുക. അത് അവരുടെ എന്താണ്? അവകാശമാണ്. അപ്പോൾ മൗലിക അവകാശത്തിൽ വരുന്നതാണ് 21A എന്ന് പറയുന്നത്. ആ മൗലിക അവകാശത്തിൽ എന്താണ് പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ട് എന്താണ്? വിദ്യാഭ്യാസം നൽകുക. അത് അവരുടെ അവകാശമാണ് എന്ന് പറയുന്നത്. ആ സംഭവം കൊണ്ടുവന്നത് 86ാം ഭേദഗതി പ്രകാരമാണ്. വന്ന വർഷം 2002. അപ്പോൾ 86ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 2002. അതിനകത്ത് പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ട് എന്താണ്? വിദ്യാഭ്യാസം കൊടുക്കുക. അത് അങ്ങനെ കിട്ടുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 21A വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ആർട്ടിക്കിൾ 21A ആണിത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ആർട്ടിക്കിൾ 51A അത് കൂട്ടിച്ചേർത്തതും 86ാം ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 51A? അത് മൗലിക കടമയിലാണ് വരുന്നത്. 42ാം ഭേദഗതി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 10 മൗലിക ചുമതലകൾ അല്ലെങ്കിൽ 10 മൗലിക കടമകൾ നമ്മൾ കൂട്ടിച്ചേർത്ത കാര്യം പറഞ്ഞു. നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത് എന്നുള്ള കാര്യം അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ 11ാമത്തെ മൗലിക കടമയാണ് ഇത് 51A എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ട് എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ കടമയാണ്. രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ പറയുന്നതാണ് ആർട്ടിക്കിൾ 51A. അപ്പോൾ എളുപ്പമാണ്. 21A, 51A. 21Aയിൽ എന്താണ് പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് അവകാശമാണ്, പഠിക്കുക എന്നുള്ളത് ഒരു അവകാശമാണ്. ഇവിടെ പറയുന്നത് ഇവരുടെ കടമയാണ്, പാരൻസിന്റെ കടമയാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. അതാണ് 51Aയിൽ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് 86ാം ഭേദഗതി. ഇനി അടുത്ത ഒരു ഭേദഗതിയും കൂടെ ആകുമ്പോൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കവർ ആവുകയാണ്. 91ാം ഭേദഗതി 2003 നിലവിൽ വന്നത്.
അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി 86ാമത്തെ ഭേദഗതി 2002, 91ാം ഭേദഗതി 2003, തൊട്ടടുത്ത വർഷങ്ങളാണ് വരുന്നത്. ഇനി ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ലോകസഭയിലും അതുപോലെ നിയമസഭയിലും മന്ത്രിമാരുണ്ടല്ലോ, അവരുടെ എണ്ണം എത്രയായിരിക്കണം എന്ന് പറയുന്നതാണ് ഈ 91ാം ഭേദഗതി എന്ന് പറയുന്നത്. മന്ത്രിമാരുടെ എണ്ണം അധോസഭയെ വെച്ച് നോക്കുമ്പോൾ 15% കൂടാനും പാടില്ല. എന്നാൽ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ 12 പേരിൽ കുറയാനും പാടില്ല. ഇവിടെ എണ്ണമാണ് പറയുന്നത്, ഇവിടെ ശതമാനമാണെങ്കിൽ ഇവിടെ എണ്ണമാണ് പറയുന്നത്. അപ്പൊ എന്താണ്, എവിടെയൊക്കെയാണ്? ലോകസഭയിലും അതുപോലെ നിയമസഭയിലും. ഓരോ സംസ്ഥാനങ്ങളിൽ നിയമസഭയുണ്ടല്ലോ, അവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ എന്താണ്, അവിടെ ഈ മന്ത്രിമാരുടെ എണ്ണം, എത്ര മന്ത്രിമാര്, ഇപ്പം ജയിച്ചവരെല്ലാവരും മന്ത്രിമാരാക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് പേരല്ലേ ആക്കുന്നത്. അവരുടെ എണ്ണം എത്രയായിരിക്കണം? അത് അധോസഭയെ വെച്ച് നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നമുക്ക് എന്താണ്, അധോസഭയുണ്ട്, ഉപരിസഭയില്ല, അധോസഭ മാത്രമാണുള്ളത്. അപ്പം അധോസഭ വെച്ച് നോക്കുമ്പോൾ, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഉപരിസഭ എന്ന് പറയുന്നത്. അപ്പം അധോസഭ വെച്ച് നോക്കുമ്പോൾ 15% കൂടാൻ പാടില്ല. ഇനി സംസ്ഥാനങ്ങളുടെ കേസ്, ഇവിടെ എന്താണ്, ലോകസഭയുടെ കേസ് വരുന്നില്ല. ലോകസഭയിലാണെങ്കിൽ എന്താണ്, 15% കൂടാൻ പാടില്ല എന്നുള്ളൊരു കേസ് മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ സംസ്ഥാനങ്ങളെ കേസ് എടുക്കുമ്പോൾ അവിടെ എന്താണ്, 12ൽ കുറയാൻ പാടില്ല. അത് എണ്ണമാണ്, 12 പേരിൽ കുറയാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭേദഗതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.